അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും മഹത്തായ നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയമാണ് വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണ്? മുറാദ് മനസ്സിൽ വെച്ച് ചൊല്ലാൻ, ഉദ്ദേശങ്ങൾ പെട്ടെന്ന് ഹാസിലാകാൻ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടന്നു കിട്ടാൻ, രോഗങ്ങൾ മാറാൻ, കടങ്ങൾ വീടാൻ, വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ, ഐശ്വര്യം ലഭിക്കാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത്. വെള്ളിയാഴ്ച ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അപ്പോൾ തന്നെ ചൊല്ലിയ ഉടനെ തന്നെ എത്തിക്കുന്ന പ്രത്യേകമായ മലക്കുകൾ ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ ചൊല്ലുക. നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട്, എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്വലാത്താണ് സ്വലാത്തു നാരിയ. നാറ് എന്ന് പറഞ്ഞാൽ തീ പടരുന്നത് പോലെ. തീ എത്ര പെട്ടെന്നാണ് പടർന്ന് പിടിക്കുന്നത്, അതുപോലെ നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി തരും, വിഷമങ്ങളെ മാറ്റിത്തരും, ആഗ്രഹങ്ങൾ അല്ലാഹു സഫലമാക്കി തരും. അതുകൊണ്ടാണ് സ്വലാത്തു നാരിയ എന്ന പേര് ലഭിച്ചത്. നാരിയത്തു സ്വലാത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കിതാബുകളിൽ കാണാൻ സാധിക്കും. മഹാനായ ദൈനൂരി ഇമാം സ്വലാത്തു നാരിയയുടെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ മഹാനവരുകൾ പറഞ്ഞു, മൻ ഖറഅ വഖാല ഇമാം ദൈനൂരി മൻ ഖറഅ ഹാദിഹി സ്വലാത്ത ദുബ്റ കുല്ലി സ്വലാത്ത്. ഒരാള് നാരിയത്തു സ്വലാത്ത് എല്ലാ നിസ്കാരങ്ങൾക്ക് ഉടനെ 11 വട്ടം ചൊല്ലിയാൽ വാരിദാക്കി പതിവാക്കിയാൽ എല്ലാ ദിവസവും എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്കുടൻ 11 വട്ടം നാരിയത്തു സ്വലാത്ത് ഒരാളെ പതിവാക്കി കൊണ്ട് നടന്നാൽ ലാ യൻഖതി റിസ്ഖുഹു, അവന്റെ റിസ്ക് അല്ലാഹു മുടക്കൂല. ജീവിതകാലം മുഴുവനും അന്തസ്സോടെ ഐശ്വര്യത്തോടെ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ ഇസ്സത്തോടെയുള്ള ജീവിതം അല്ലാഹു നൽകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വയനാലുൽ മൻസിലത്തുൽ ആലിയ വദ്ദൗലത്തുൽ ഗനിയ, ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകും. അതാണ് നാരിയത്തു സ്വലാത്ത്. നിസ്കാരങ്ങൾക്കുടനെ 11 വട്ടം പതിവാക്കിയാൽ ലഭിക്കുന്നത്. وإن من داوم عليها كل يوم 41 مرة بعد صلاة الصبح نال مراد. ഒരാള് സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം 41 വട്ടം നാരിയത്തു സ്വലാത്ത് ചൊല്ലിയാൽ നാല മുറാദ്, അവന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കും. ഒമൻ ദാവമ അലൈഹ കുല്ല യൗമിൻ 100 മറ, ഒരാൾ എല്ലാ ദിവസവും 100 വട്ടം പതിവാക്കിയാൽ യഹ്സുലു മത്ലൂബുഹു, അവന്റെ ഉദ്ദേശങ്ങൾ അല്ലാഹു നടത്തി കൊടുക്കും. വയദ്രിക ഗറദഹു ഫൗക മാ അറാദ, അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറം അല്ലാഹു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. അവൻ ഉദ്ദേശിച്ച കാര്യത്തിനേക്കാളും മുകളിൽ, അതിനേക്കാളും കൂടുതൽ അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. അതാണ് നാരിയത്തു സ്വലാത്ത്. വമൻ ദാവമ അലാ ഖിറാഅത്തിഹാ കുല്ല യൗമിൻ ബിഅദദിൽ മുർസലീന അലൈഹിമുസ് സലാത്ത്. 313 വട്ടം ഒരാൾ നാരിയത്തു സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിയാൽ ലികശ്ഫിൽ അസ്റാർ, അവനിക്ക് അസ്റാറിന്റെ കശ്ഫുൽ അസ്റാർ അവനിക്ക് ലഭിക്കും. എന്ന് പറഞ്ഞാൽ അവനിക്ക് ഒരുപാട് രഹസ്യങ്ങളുടെ കലവര, രഹസ്യങ്ങൾ അല്ലാഹു രഹസ്യമായ ഇൽമുകൾ ഉലൂമുകൾ അതിന്റെ കലവറ തുറന്നു കൊടുക്കും. ഇന്നഹു യറാ കുല്ല ഷൈഇൻ യുരീദു, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അവന്റെ മുമ്പിലേക്ക് അല്ലാഹു
എത്തിച്ചു കൊടുക്കും. അതാണ് നാരിയത്തു സ്വലാത്ത്. ഒരാൾ 313 വട്ടം ചൊല്ലിയാൽ. മഹാനായ ഖുർത്തുബി ഇമാം നാരിയത്തു സ്വലാത്തിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. മന്ദാവമ അലാദി സ്വലാത്ത് കുല്ല യൗമിൻ നിഹദം വ 40 മറ, 41 വട്ടം, ഔ മി അല്ലെങ്കിൽ 100 വട്ടം, ഔ സിയ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരാൾ പതിവാക്കിയാൽ ഫറജല്ലാഹു ഹമ്മു, അവന്റെ ഹമ്മ്, അവന്റെ ദുഃഖങ്ങള്, വിഷമങ്ങള്, ഗമ്മ്, അവന്റെ ടെൻഷനുകൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. മക്കശഫ ഖർബുഹു, അവന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. വയസ്സറ അംറു, അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. വനവ്വറ സിർറു, സിർറുകൾ അല്ലാഹു വെളിവാക്കി കൊടുക്കും. ഹസുന അലു, അവന്റെ അവസ്ഥ അല്ലാഹു നന്നാക്കി കൊടുക്കും. അവന്റെ റിസ്ക് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. വഫതഅല അബ്വാബൽ ഖൈറാത്തി, ഖൈറിന്റെ എല്ലാ വാതിലുകളും അല്ലാഹു എനിക്ക് തുറന്നു കൊടുക്കും. ആമിനഹു മിൻ അവാദിസിദ്ദാരി, കാലമുസീബത്തുകളിൽ നിന്ന് അല്ലാഹുവിനെ രക്ഷപ്പെടുത്തും. അതേപോലെ തന്നെ എല്ലാവിധ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തും. ആളുകളെല്ലാം ഉൽക്കിയ മഹബ്ബത്തും ഫീ ഖുലൂബിൻ നാസ്, ജനങ്ങളുടെ ഖൽബിൽ അല്ലാഹു വലിയ ഇഷ്ടം, മഹബ്ബത്ത് ഇട്ടുകൊടുക്കുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടും. വലാ യസ്അലുല്ലാഹു ശൈഅൻ ഇല്ലാ അത, അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു എനിക്ക് നൽകും, കൊടുക്കും. വലാ തഹ്സുലു ഹാദിഹിൽ ഫായിദ ഇല്ലാ ബിശറത്തിൽ മുദാവമ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ലഭിക്കണമെങ്കിൽ ഒരു ഷറത്തുണ്ട്. എന്താണ്? ഇത് പതിവാക്കണം. ഒന്നുകിൽ എല്ലാ ദിവസവും 11 വട്ടം, അല്ലെങ്കിൽ 41 വട്ടം, അല്ലെങ്കിൽ 100 വട്ടം, അതിനേക്കാളും കൂടുതൽ 313 വട്ടം. എത്രയാണോ കഴിയുന്ന അത്ര വട്ടം ഒരാൾ പതിവാക്കിയാൽ ഈ കാര്യങ്ങളൊക്കെയും അല്ലാഹു നൽകും. സുബ്ഹാനഹു വ തആല നമുക്ക് പതിവാക്കുവാൻ, നാരിയത്തു സ്വലാത്ത് ചൊല്ലുവാൻ തൗഫീഖ് ചെയ്യട്ടെ. اللهم صل على سيدنا محمد، اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. നല്ല അർത്ഥമുള്ള സ്വലാത്താണ്. നല്ല അർത്ഥമാണ് സ്വലാത്തിനുള്ള. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരുന്ന മുത്തുനബിന്റെ മേൽ പൂർണ്ണമായ സ്വലാത്ത് ഉണ്ടാകട്ടെ. ആവശ്യങ്ങൾ വിട്ടിത്തരുന്ന, വിഷമങ്ങൾ മാറ്റിത്തരുന്ന, വഹുസ്നുൽ ഖവാത്തിം, അതേപോലെ തന്നെ അന്തിമ വിജയം, നമ്മുടെ അവസാനത്തെ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയത്തുള്ള അവസാനത്തെ നിമിഷം നന്നായി കൊണ്ട് മരിക്കുവാൻ, ആഖിബത്ത് നന്നായി മരിക്കാൻ മുത്തുനബിന്റെ സഹായം നമുക്ക് ലഭിക്കണം. എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരുന്ന മുത്തുനബിന്റെ മേൽ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. അവിടുത്തെ കുടുംബത്തിന്റെ പേരിലും സ്വഹാബത്തിന്റെ പേരിലും ഉണ്ടാകട്ടെ എന്ന അർത്ഥമാണ് സ്വലാത്തുൻ നാരിയക്കുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ 313 വട്ടം ഒരു ഉദ്ദേശം ഹാസിലാകാൻ, ഒരു മുറാദ് ഹാസിലാകാൻ, ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ, ഒരു വിഷമം മാറിക്കിട്ടാൻ, ഒരു രോഗം മാറിക്കിട്ടാൻ നിയത്ത് ചെയ്ത് ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കും, പെട്ടെന്ന് ജാബത്ത് കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും റാഹത്തും നൽകട്ടെ. കടങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ. ക്യാൻസർ അടക്കമുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കാലമുസീബത്തിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. കാലമുസീബത്തുകൾ പോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷവും സമാധാനവും ബറക്കത്തും നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.